പല വേദികളും നമ്മുടെ നാടുകളിലൊക്കെ പ്രതീക്ഷിച്ചതിലും അപ്പുറം വിജയപ്രദമാവാനും ഒരളവോളം കുത്തഴിഞ്ഞു പോകാനും ഒക്കെ കാരണമാകുമെങ്കിലും ഇത്തരം ഇൽമിന്റെ മജ്‌ലിസിലേക്ക് ആളുകൾ വരാൻ താല്പര്യപ്പെട്ട് കാണുന്നില്ല എന്നത് ദുഃഖകരമായ ഒരു വസ്തുതയാണ്. എങ്കിലും തുടർന്നും പ്രവർത്തിച്ച് നാളെയുടെ ഒരു നന്മയ്ക്ക് വേണ്ടി ഈ വഅള് പരിപാടി പ്രശോഭിതമാവട്ടെ എന്ന് നമുക്കെല്ലാം ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇസ്ലാം സമാധാനത്തെ വിഭാവന ചെയ്യുമ്പോൾ ഭീകരവാദമാണ് ഇസ്ലാമിൻ്റെ മുഖമുദ്ര എന്ന് പ്രചരിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രചണ്ഡ പ്രചരണം എല്ലാ ഭാഗത്തും ഇന്ന് ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ വിഷയത്തെ അതുമായി ബന്ധിപ്പിച്ചു കൊണ്ടുപോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഞാൻ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. ഇസ്ലാം സമാധാനത്തിന് ലോകത്തൊട്ടേറെ മതങ്ങളുണ്ട്. മതങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങൾക്കും ഒരിക്കലും മനുഷ്യനെയുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലാതെ സ്പർദ്ധകൾ ഉണ്ടാക്കുന്ന വിഭാഗീയതകൾ ഉണ്ടാക്കുന്നതിനെ വിഭാവന ചെയ്യുക സാധ്യമല്ല. ലോകത്തുള്ള സകലമാന മതങ്ങളും മനുഷ്യനെ നന്മ പ്രചരിപ്പിക്കുന്നതാണ് എന്ന് അത്തരം മത അധ്യക്ഷന്മാരും മതഗ്രന്ഥങ്ങളും പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ മതത്തിൻ്റെ പേരിൽ ഇന്ന് സ്പർദ്ധകളും വർഗീയതയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ വിശുദ്ധ ഇസ്ലാം മതത്തെ ധാരാളം ഇകഴ്ത്തി കാണിക്കാൻ ഇസ്ലാം സമാധാനവുമായി യാതൊരു ബന്ധവുമില്ല എന്ന രൂപത്തിലുള്ള പ്രചരണം ഇന്ന് വേറെ കൂട്ടർ ശക്തിപ്പെടുത്തുകയാണ്. ഈ പ്രചരണം ലോകത്തുടലെടുക്കുന്നത് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചതുകൊണ്ടാണ്. അമേരിക്ക ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഇസ്ലാമിനെയാണ്. എന്തുകൊണ്ടെന്നാൽ അമേരിക്കക്ക് അന്താരാഷ്ട്ര ചട്ടമ്പിത്തരം കാണിക്കാൻ ഇന്ന് സാധ്യമാവാതെ പോകുന്നതിൻ്റെ പ്രധാന ഹേതു ഇസ്ലാം സാമ്രാജ്യത്വത്തിനെതിരെ നിലകൊള്ളുന്നു എന്നതാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്ററും പെന്റഗണും തകർക്കപ്പെട്ടു. ആ തകർച്ചയുടെ ഒരു മാസത്തിന്റെ ശേഷം അമേരിക്കയിൽ ഒരു പുസ്തകം രചിക്കപ്പെട്ടു, ദി ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ. ആ പുസ്തകം എഴുതിയത് സോമുവൽ ഹണ്ടിങ്ടൺ എന്ന ഒരു സയനിസ്റ്റാണ്. പുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മുഴുവനും കടന്നു പോകുന്നത് ഇസ്ലാമിനെ നിശിതമായി വിമർശിക്കാൻ വേണ്ടിയാണ്. ആ പുസ്തകത്തിന്റെ തലവാചകം തന്നെ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ, സിവിലൈസേഷനുകളുടെ പോരാട്ടം എന്ന തലവാചകത്തിൽ കൊടുത്ത പുസ്തകത്തിൽ ഉള്ളടക്കം വളരെ പ്രധാനമായും പോകുന്നത് ലോകത്ത് നടക്കുന്നത് രണ്ട് തലത്തിലുള്ള സംഘട്ടനമാണ്. കഴിഞ്ഞ വർഷങ്ങളോളം അല്ലെങ്കിൽ കഴിഞ്ഞ 20-ാം നൂറ്റാണ്ടിന്റെ ഒടുക്കം വരെ ലോകത്ത് നടന്നത് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പോരാട്ടമായിരുന്നു. അമേരിക്കയും റഷ്യയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചേരി പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയപരമായ പോരാട്ടങ്ങളായിരുന്നു സംഘടിപ്പിച്ചിരുന്നതെങ്കിൽ 21-ാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് സിവിലൈസേഷനുകളുടെ പോരാട്ടമാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള സംഘട്ടനമല്ല, മറിച്ച് സിവിലൈസേഷനുകൾ തമ്മിലുള്ള പോരാട്ടം എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ പോരാട്ടത്തിന്റെ അപ്പുറത്ത് മനുഷ്യൻ വിഭാവന ചെയ്യുന്ന ആശയങ്ങൾ തമ്മിലുള്ള ക്ലാഷ്, മതങ്ങളും ദർശനങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും തമ്മിലുള്ള പോരാട്ടം, അതാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ലോകത്ത് നടക്കുന്ന രണ്ട് ചേരികൾ തിരിഞ്ഞുകൊണ്ടുള്ള പോരാട്ടം യുദ്ധമാണ്. അതിലൊന്ന് ഇസ്ലാമിക ചേരി, മറ്റൊന്ന് അമേരിക്കൻ സമാധാന ചേരി. അങ്ങനെയാണ് പുസ്തകം പരിചയപ്പെടുത്തുന്നത്. ഒരു ഭാഗത്ത് പട്ടാളം അമേരിക്ക വിഭാവന ചെയ്യുന്ന രാഷ്ട്രീയ സാംസ്കാരികതയുടെ സിവിലൈസേഷൻ,
അമേരിക്ക സമാധാനത്തിന്റെ ചേരിയാണ്. അമേരിക്കയെ പിന്തുണക്കുന്നവരും സമാധാനത്തിന്റെ ചേരിയിലാണ്. ആ അമേരിക്ക വിഭാവനം ചെയ്യുന്ന സമാധാന സിവിലൈസേഷനും പകരം അമേരിക്കയോട് പോരാടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക സിവിലൈസേഷൻ എന്ന ടെററിസവും. അപ്പൊ ടെററിസ്റ്റുകളും സമാധാനകാംക്ഷികളും തമ്മിലാണ് പോരടിക്കുന്നത്. ഇസ്ലാമാണ് ടെററിസം, ഭീകരവാദം. അമേരിക്കയാണ് സമാധാനം. അമേരിക്ക സമാധാനത്തിന്റെ ചേരിയിലും ഇസ്ലാം ഭീകരവാദത്തിന്റെ ചേരിയിലും. ഇത് രണ്ടും തമ്മിലുള്ള പോരടിക്കൽ, സമാധാനവും ഭീകരവാദവും തമ്മിലുള്ള പോരാട്ടം. സമാധാനം എന്ന സിവിലൈസേഷനും ഭീകരവാദം എന്ന സിവിലൈസേഷനും, ഇത് രണ്ടും പോരടിക്കുകയാണ്. അതാണ് ലോകത്ത് നടക്കുന്നത്. ഇസ്ലാം മുഴുവനും ഭീകരവാദമാണ്. മുസ്ലിമീങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അവരുടെ ജിഹാദ്, ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാം ഭീകരവാദത്തെ വിഭാവനം ചെയ്യുന്നത് കൊണ്ട് ഇസ്ലാം തകർക്കപ്പെടുക തന്നെ വേണം. ലോകത്ത് സമാധാനം നിലനിൽക്കണമോ ഇസ്ലാം അവസാനിക്കണം. ഭീകരവാദം ജിഹാദാണ്, ജിഹാദ് ഭീകരവാദമാണ്. അതുകൊണ്ട് അമേരിക്ക വിഭാവനം ചെയ്യുന്നത് ജിഹാദിന്റെ സമൂല നാശമാണ്, അഥവാ ഇസ്ലാമിന്റെ നാശമാണ്. ഇസ്ലാമിനെ നശിപ്പിക്കാതെ ലോകത്ത് സമാധാനം കെട്ടിപ്പടുക്കുക സാധ്യമല്ല. ഈ രൂപത്തിലാണ് ആ പുസ്തകം പരിചയപ്പെടുന്നത്. എന്തുകൊണ്ട് ഇത്തരം പ്രചരണം നടക്കുന്നു എന്ന് ചോദിച്ചാൽ, അമേരിക്കക്ക് ലോകത്ത് അന്താരാഷ്ട്ര ചട്ടമ്പിത്തരം കാണിക്കണമെങ്കിൽ ലോക പോലീസായി നിലകൊള്ളണം. ലോകത്തിന് സർവനാശവും വിതച്ചത് അമേരിക്കയാണ്. ഞാനത് വിശദീകരിക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. ലോകത്തിൽ അണുവായുധം ഉപയോഗിച്ചു തുടങ്ങിയത് അമേരിക്കയാണ്. അതിക്രൂരമായ പോരാട്ടം നടത്തിയ രാജ്യമാണത്. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചത് അമേരിക്ക ജപ്പാനിൽ ബോംബിട്ടതോടുകൂടിയാണ്. ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും. ഹിരോഷിമയിലുള്ള ഒരു ആശുപത്രിയുടെ മുകളിൽ കിലോമീറ്ററുകൾക്കപ്പുറത്ത് ബോംബ് വന്നുകൊണ്ട് വീണ് പൊട്ടുകയും അതിന്റെ റിയാക്ഷൻ ഭൂമിക്ക് പതിക്കുകയും ചെയ്തതുകൊണ്ട് 3.25 ലക്ഷം ജനങ്ങൾ ഹിരോഷിമയിലും നാഗസാക്കിയിലുമായി കത്തിക്കരിഞ്ഞുപോയി. ബോംബ് ഭൂമിയിൽ പതിച്ചാലോ ജപ്പാൻ ചിത്രത്തിലുണ്ടാകുമായിരുന്നില്ല. അമേരിക്കയും വിയറ്റ്നാമും തമ്മിൽ യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ പട്ടാളത്തോട് വിയറ്റ്നാം പട്ടാളം പറഞ്ഞു, നമുക്ക് രണ്ടു കൂട്ടർക്കും കാലാൾപ്പട തമ്മിൽ ഏറ്റുമുട്ടാം. നിങ്ങളുടെ സൈന്യവും നമ്മുടെ സൈന്യവും കരസൈന്യം തമ്മിൽ ഏറ്റുമുട്ടാം. അതിന് നിങ്ങൾ ഉണ്ടോ എന്ന് വിയറ്റ്നാമിന്റെ വെല്ലുവിളി അമേരിക്ക വെല്ലുവിളി സ്വീകരിച്ച് പോരാട്ടം തുടങ്ങുന്നു. വിയറ്റ്നാമിന്റെ ഭരണകൂടം തീരുമാനിച്ചു, യുദ്ധത്തിൽ പട്ടാളക്കാർ മാത്രം പങ്കെടുത്താൽ മതി. അതുകൊണ്ട് യുദ്ധം എവിടേക്കും കടന്ന് പടർന്നേക്കും. നിരപരാധികളായ ജനങ്ങളെ മുഴുവനും നമുക്ക് കൊണ്ടുപോയി മറ്റൊരു സ്ഥലത്ത് പാർപ്പിക്കാം. വിയറ്റ്നാമിന്റെ ഭരണകൂടം തീരുമാനിച്ചു, കുട്ടികളെ, സ്ത്രീകളെ, വൃദ്ധരെ, രോഗികളെ ഒക്കെ ഒരു ഭാഗത്ത് ഒരു കോളനി കെട്ടിപ്പൊക്കി അവിടെ താമസിപ്പിക്കാം. 40 ലക്ഷം വിയറ്റ്നാമിലെ ജനങ്ങളെ കൊണ്ടുപോയി അവർ ഒരു കോളനി കെട്ടി പാർപ്പിച്ചു. അവർക്കാവശ്യമാകുന്ന വീടവിടെ, അവർക്കാവശ്യമാകുന്ന ഭക്ഷണ ക്യാൻറ്റീൻ അവിടെ, അവർക്കാവശ്യമാകുന്ന ആശുപത്രി അവിടെ സ്ഥാപിച്ചു. അതിൻ്റെ അകത്ത് വെച്ചുകൊണ്ട് അവരുടെ എല്ലാ ജീവിത ചുറ്റുപാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞുകൊണ്ടുള്ള സംവിധാനം വിയറ്റ്നാം ഭരണകൂടം ഒരുക്കി കൊടുത്തു. പട്ടാളം നേരെ യുദ്ധത്തിന് ചെന്നു. അമേരിക്കൻ പട്ടാളവുമായി യുദ്ധം അതിശക്തമായി നടന്നു. യുദ്ധത്തിന്റെ പര്യവസാനം എന്നോണം അമേരിക്കയുടെ കാലാൾപ്പടയുടെ കാലിടറി. അമേരിക്ക പരാജയത്തിലേക്ക് പോവുകയാണ്. വിയറ്റ്നാമിന്റെ പട്ടാളം വിജയത്തിന്റെ വൈജയന്തി പാറിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുന്നു. കാല് പതറിയ അമേരിക്ക പിടിച്ചു നിൽക്കാൻ വേണ്ടി ചെയ്ത പണി, അമേരിക്കയിൽ നിന്നുകൊണ്ട് ഒരു വിമാനം പറന്നു പൊങ്ങി. അത് നേരെ ചെല്ലുന്നത് വിയറ്റ്നാമിന്റെ നെറുകയിലേക്ക്.
40 ലക്ഷം നിരപരാധികളായ രോഗികളായ കുട്ടികളായ ജനങ്ങൾ പാർക്കുന്ന കോളനിക്ക് നേരെ അമേരിക്കയുടെ വിമാനം അണുബോംബിട്ടു. സെക്കൻഡുകളെ കൊണ്ട് അമേരിക്കയുടെ ബോംബ് പതിച്ചതുകൊണ്ട് വിയറ്റ്നാമിലെ 40 ലക്ഷം നിരപരാധികളും മരണപ്പെട്ടു, കത്തിക്കരിഞ്ഞുപോയി. അവസാനം മനസ്സുരുകി വിയറ്റ്നാം പട്ടാളം തോൽവി സമ്മതിച്ചു. ചട്ടമ്പിത്തരം കാണിക്കുകയും എരപ്പത്തരം കാണിക്കുകയും ചെയ്തുകൊണ്ടാണ് അമേരിക്ക വിയറ്റ്നാമിനെ പിടിച്ചടക്കിയത്. അമേരിക്കന്റെ നെടുക്രൂരതയ്ക്ക് ലോകത്ത് സമാനതയില്ല. ഏറ്റവും വലിയ ഭീകര രാജ്യം ആരെന്ന് ചോദിച്ചാൽ ഏതൊരു കൊച്ചുകുട്ടിയും ഉറക്കം എഴുന്നേറ്റും പറയും അത് അമേരിക്കയാണ്. അന്താരാഷ്ട്ര ചട്ടമ്പി. ആ അമേരിക്കയുടെ സാമ്രാജ്യത്വം ശക്തിപ്പെട്ടപ്പോൾ അമേരിക്കക്ക്